ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്തതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഇതിൽ നിന്ന് ഈ ആരോപണം ഉന്നയിച്ച കരുത്തിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോയി. ഇപ്പം ഇലക്ഷൻ ചൂടുപിടിക്കുന്ന സമയം നമ്മൾ നോക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ശബരിമല കൊള്ളയിലെ ആരോപണങ്ങളിൽ നിന്ന് ഒരു കേരളീയൻ എങ്ങനെ അതിൽ പിന്നോട്ട് പോകാൻ പറ്റും? എന്നിട്ട് വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി. എന്റെ ഒരു അഭിപ്രായം അല്ല, കേസിന്റെ അഭിപ്രായം എങ്ങനെ ഈ ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കുമോ? ഉറപ്പായിട്ടും പ്രതിഫലിക്കും. ഞങ്ങള് താങ്കൾ രാഹുൽ ഗാന്ധി തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഷാർപ്പ് അറ്റാക്ക് നടത്തിയതിനെ കുറിച്ച് ഈ കഴിഞ്ഞ 4 ദിവസം. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, ഞങ്ങളെ എല്ലാ താരപ്രചാരകരും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. ശബരിമല വിഷയം പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം അത് വളരെ കൺസേൺ ഉള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. അത് ഓരോ മതത്തിൽപ്പെട്ടവരായാലും വിശ്വാസികളെ പൊതുവായിട്ട് വിശ്വാസികളാണ്. അപ്പൊ ആ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ശബരിമലയിൽ നടന്നത്. അത് പകൽ കൊള്ളയായിരുന്നു നടന്നത്. അമ്പലക്കള്ളന്മാര് ജയിലിൽ പോയിട്ടും അവരെയൊക്കെ തന്നെ തലോടിക്കൊണ്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇന്നും ആ ജയിലിൽ പോയ ആൾക്കെതിരെ ഒരു പാർട്ടി നടപടി പോലും വന്നിട്ടില്ല. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ കേസ് തയ്ച്ചുമാച്ചു കളയാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ശബരിമല വിഷയം എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം, ഇലക്ഷൻ വിഷയം മാത്രമല്ല, അതൊരു വൈകാരിക വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 41 ദിവസം വ്രതമെടുത്തിട്ട് ശബരിമലയിൽ പോകുമ്പോൾ 30 സെക്കൻഡാണ് ആ ശ്രീകോവിലിന് മുമ്പിൽ അയ്യനെ കാണാൻ പറ്റുക. ആ 30 സെക്കൻഡിന് വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ കാണുന്നത്. അപ്പൊ ആ ശ്രീകോവിലിന് മുമ്പിൽ സ്വർണം മുഴുവൻ എടുത്ത് ചെമ്പാക്കി മാറ്റിയിട്ട് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അവർ മുൻകൈ എടുത്ത് നടത്തിയിട്ട് ആ ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കാണേണ്ട ഒരു വിരോധാഭാസം ഇത് വന്നപ്പോൾ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പകരം ഒരു ആരോപണമായിട്ട് അവർ വന്നല്ലോ. അതെ, കൊടിമരം നന്നാക്കിയ അന്ന് UDF-ന്റെ ദേവസ്വം ബോർഡായിരുന്നു വന്നല്ലോ. കോടതി എടുത്ത് വലിച്ചു ചാടിയല്ലോ. അത് എത്രമാത്രം അവരുടെ മുഖം വികൃതമായി. അതിലൂടെ അവർക്കെതിരെ ജെന്യൂനായ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ ആ കംപ്ലൈന്റ് വന്നതിനേക്ക് ശക്തമായ നടപടി സ്വീകരിച്ചു. ഉത്തരവാദപ്പെട്ടവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ തലയിൽ ചാരിയിട്ട് മറ്റൊരു ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷെ കോടതി അതിന്റെ സത്യാവസ്ഥ വലിച്ചു പുറത്തു കൊണ്ടുവന്നു. ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കൂടി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു. അത് കേസ് ശരിയല്ലോ. അതുകൊണ്ട് എന്ത് കാര്യം? അത് ആ മുൾമുനയിൽ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അന്വേഷിക്കുന്ന ഏജൻസി ആരാണ്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരാണുള്ളത്? കോൺഗ്രസിന്റെ പോലീസാണോ? പിണറായിയുടെ പോലീസല്ലേ? ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലല്ലോ SIT. അവരന്വേഷിച്ചിട്ടില്ല കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഇന്ന് വരെ അവർക്ക് കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കണ്ടെത്താൻ കഴിഞ്ഞു. നേരത്തെ കുറിച്ച് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് കോടതി പറയുകയും ചെയ്തല്ലോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട്. പിന്നെ എന്ത് ബന്ധപ്പെടുത്തല കോൺഗ്രസ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളെ ബസ് സ്റ്റാൻഡിലൊക്കെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകുന്നവൻ ജനം കൂടി എടുക്കുമ്പോൾ ആ കള്ളെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന പോലെയല്ലേ ഈ. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി സ്വർണം കട്ടത് ആരപ്പാന്ന് പാടിയത് വളരെ ജനം ശ്രദ്ധിച്ചു. നമ്മളൊക്കെ ഒന്ന് നടുങ്ങിപ്പോയി ആ പാട്ട്. ആ പാട്ട് പാടിച്ചത് അങ്ങയുടെ ബിരുദാണോ എന്ന് ചോദിക്കാൻ. രാഹുൽ ഗാന്ധി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലൊന്നും പാടില്ല. താങ്കൾ നേരത്തെ തന്നെ ചോദിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. എനിക്ക് അദ്ദേഹത്തിന് വലിയ റെസ്പെക്ട് ആട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഒരു കള്ളം പറഞ്ഞണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആര് പറഞ്ഞാലും പറയില്ല. സത്യമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം അദ്ദേഹം പറയുള്ളൂ. ഇതൊക്കെ ആരും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല, ഇതാണ് റിയാലിറ്റി. അപ്പൊ അത് അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിഷയം. പിന്നെ അന്ന് തലേന്ന് പ്രധാനമന്ത്രി പാലക്കാട്ട് വന്നു. പാലക്കാട്ട് പ്രധാനമന്ത്രി മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു, ശബരിമല ഇഷ്യൂ തൊട്ടിട്ടില്ല. വീണ്ടും പറഞ്ഞു തുടങ്ങി. അത് രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് വിമർശിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് പറയേണ്ടി വന്നു. ഇപ്പോ പക്ഷേ വൃന്ദാക്കാരായിട്ട് മറുപാട്ട് പാടിയായിരുന്നു, അത് കണ്ടല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. KC ഇപ്പം നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ താങ്കളുടെ സമയം അപകരിക്കുന്നത് താങ്കളുടെ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന ഒരു അപകടം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ലക്ഷക്കണക്കിന് വോട്ടേഴ്സും ചിലപ്പം ഇത് കാണുന്നുണ്ടാവും. അവരുടെ ഒറ്റ ചോദ്യത്തിന് കൂടി താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. എന്തിന് ഞങ്ങൾ ഈ UDF-ന് വോട്ട് ചെയ്യണം? കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ കേരളീയനും പ്രയാസവും ദുഃഖവും അനുഭവിക്കുമ്പോൾ അവർക്ക് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കരുത്തായി തണലായി കൃത്യമായ പദ്ധതിയും പരിപാടികളുമായി പോകുന്ന ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ, അഹങ്കാരമില്ലാത്ത, അതുപോലെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന ഒരു സർക്കാരിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു യത്നത്തിൽ പങ്കാളിയാകാൻ അവർ വോട്ട് ചെയ്യണമെന്നാണ്. അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ UDF-ന് വോട്ട് ചെയ്യണം. ഈ വോട്ട് പാഴാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. May 4 അന്നാണല്ലോ കൗണ്ടിങ്. അന്ന് 24-ൽ ഞങ്ങൾ 3 പേരായിരിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. KC അതിന്റെ മുന്നിലിരിക്കണം. തീർച്ചയായിട്ടും
ഇതിന്റെ ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു KC. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.